ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെഷീൻ ഹവർ റേറ്റ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. മെഷീൻ ഹവർ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് മെഷീൻ ഹവർ റേറ്റ് എന്ന് നോക്കാം. മെഷീൻ ഹവർ റേറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്നതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് എന്ത് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. It is used in those factories where the machines are predominant. മെഷീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടറീസ് ഉണ്ട്. അതായത് മെഷീൻ ആയിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും, മെഷീൻ യൂസ് ചെയ്തായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും. അതായത് മെഷീനിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടറീസ് ഉണ്ട്. അതില്ലാതെ അവിടെ വേറെ വർക്കുകളൊന്നും നടക്കില്ല. അങ്ങനെയുള്ള ഫാക്ടറീസിലാണ് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, Machine hour rate refers to the cost of running and operating a machine per hour. ഒരു ഹവറിൽ മെഷീന് വർക്ക് ചെയ്യിക്കാനുള്ള കോസ്റ്റാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഹവറിൽ മെഷീനിൻ്റെ ഓപ്പറേഷൻ, മെഷീന് വർക്ക് ചെയ്യുക, ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക ഒരു മണിക്കൂറിലുള്ള. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. In simple words, it is obtained by dividing the amount of overhead related to machine by the number of machine hours. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ മെഷീനുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കിടക്കുന്ന ഓവർഹെഡിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ്. മെഷീൻ ഹവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെഷീൻ ഹവർ കിട്ടുന്നത്. ഓക്കെ, എ സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് മെഷീൻ. ഇപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞ ഓരോ മെഷീൻ ഉണ്ടെങ്കിൽ ഈ 4 മെഷീൻ്റെയും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് മെഷീൻ ഹവർ റേറ്റ്. ഒരു മണിക്കൂറിൽ മെഷീന് വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ മെഷീൻ റൺ ചെയ്യിക്കാൻ, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യിക്കാനുള്ള കോസ്റ്റിനെയാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ഹവറാണ്. മെഷീൻ ഹവർ റേറ്റിനെ നമ്മൾ 3ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ്, കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ്, ദെൻ ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ്. ഇങ്ങനെ 3 തരത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് ആണ്. ദിസ് മെഷീൻ ഹവർ റേറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഡയറക്റ്റ് വേജസ്. അതായത് നമ്മൾ ഈ ഒരു മെഷീൻ ഹവർ റേറ്റിൽ നമ്മൾ എന്തെടുക്കില്ല, വേജസ് എടുക്കില്ല. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും എന്ത് ചെയ്യില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് ഓൺലി ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ്ലി റിലേറ്റിംഗ് ടു റണ്ണിങ് എ മെഷീൻ ആർ ഇൻക്ലൂഡഡ്. ഒരു മെഷീന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെഷീൻ റൺ ചെയ്യിക്കാൻ അതുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ ഒരു മെഷീൻ ഹവർ റേറ്റിൽ എടുക്കുള്ളൂ. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസസും ഇതിലെടുക്കില്ല. ഓൺലി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെഷീൻ ഹവർ റേറ്റ് ആണ് കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ്. ഇത് നമ്മൾ ഫസ്റ്റത്തതിനെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റത്തതിൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസസും എടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻ ദിസ് ഹവർ റേറ്റ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ബോത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഒരു മെഷീൻ റൺ ചെയ്യിക്കാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് വേജസ് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓൾസോ ഇൻക്ലൂഡഡ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് എക്സ്പെൻസസും കൺസിഡർ ചെയ്യും കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റിൽ. ദസ് ഇൻ എ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ് ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഡയറക്റ്റ് വേജസ് ആർ അബ്സോർബ്ഡ് ഇൻ എ സിംഗിൾ റേറ്റ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പം ഫാക്ടറി ഓവർഹെഡും ഡയറക്റ്റ് വേജും അബ്സോർബ് ചെയ്യുന്നത് ഏത് റേറ്റിലാണ്, സിംഗിൾ റേറ്റിലായിരിക്കും അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെഷീൻ ഹവർ റേറ്റ് ആണ് ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ്. ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ് വേർ ദ ഓവർഹെഡ് റേറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. ഇതെങ്ങനെയാണ്, ഒരു കൂട്ടം മെഷീൻസിൻ്റെ ബേസിലായിരിക്കും ഇതിൻ്റെ ഓവർഹെഡ് റേറ്റ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെഷീൻ ഹവർ റേറ്റിന് നമ്മൾ ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് മെഷീൻ ഹവർ റേറ്റ് ആണുള്ളത്. സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ്,
കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ്, ദെൻ ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ഹവർ റേറ്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സയൻറ്റിഫിക്, ആക്യുറേറ്റ് ആൻഡ് ലോജിക്കൽ മെത്തേഡ് ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ. ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുമ്പം ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ലോജിക്കായിട്ടും ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ റിലേറ്റീവ് എഫിഷ്യൻസീസ് ഓഫ് വാരിയസ് മെഷീൻസ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ഈസിലി. അതിൻ്റെ ഓരോ മെഷീൻസിൻ്റെയും എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഹെൽപ്പ് ഇൻ വർക്കിംഗ് ഐഡിയൽ ടൈം ഓഫ് ദി മെഷീൻ. ഇതെന്ത് ചെയ്യും, മെഷീൻസിൻ്റെ ഐഡിയൽ ടൈംസ് മനസ്സിലാക്കാൻ പറ്റും. ഐഡിയൽ ടൈം എന്ന് വെച്ചാൽ എന്താണ്, വർക്ക് ചെയ്യാതിരിക്കുക. അതായത് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് നടക്കാതിരിക്കുന്ന ടൈമാണ് എന്ത് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ജോബ്. ഓരോ ജോബ് കോസ്റ്റും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. ദെൻ ഇറ്റ് ഈസ് ഹെൽപ്പ് ടു കമ്പയർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ. ഓരോ മെഷീൻസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ടൈം ഫാക്ടർ. ഇതെന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ടൈം ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ടു കോട്ട് മോർ ആക്യുറേറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫോർ ദി ജോബ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോവുകയാണ്, കാൽക്കുലേഷൻ ഓഫ് മെഷീൻ ഹവർ റേറ്റ്. മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് ഈ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് കാൽക്കുലേഷൻ ഓഫ് മെഷീൻ ഹവർ റേറ്റ്. The following points should be borne in the mind while calculating the machine hour rate. ഇത്രയും ഇനി 8 എണ്ണമല്ല 13 പോയിൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യണം. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഡിവൈഡ് ദ ഓവർ ഹെഡ് റിലേറ്റിംഗ് ടു ദ മെഷീൻ ഇൻ ടു 2. അതായത് നമ്മൾ മെഷീൻ ഹവർ റേറ്റും മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർ ഹെഡിനെ ആദ്യം എന്തായിട്ട് തിരിക്കണം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതാണ് ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും അതിനെ നമുക്ക് ഫിക്സഡ് ചാർജസ് എന്ന് പറയാം. ദെൻ മെഷീൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ റണ്ണിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്കിതിനെ പറയാം. അപ്പോൾ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, സ്റ്റാൻഡിങ് ചാർജസും മെഷീൻ എക്സ്പെൻസസും. ഓക്കെ, ഇനി നോക്കിയേ രണ്ടാമത്തത്, റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻസ്, വേജ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോർസ് മേ ബി ട്രീറ്റഡ് ആസ് ദ സ്റ്റാൻഡിങ് ചാർജസ്. ഈ പറഞ്ഞിട്ടുള്ള റെൻറ്റ്, ലൈറ്റ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻസ്, ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസ്, ലൂബ്രിക്കൻസ്, ഓയിൽ, ഇതെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ചാർജസിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയർ, സ്റ്റീം, വാട്ടർ എക്സെട്ര മേ ബി ട്രീറ്റഡ് ആസ് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയർ, സ്റ്റീം, വാട്ടർ. ഇതൊക്കെ നമ്മൾ മെഷീൻ എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്സ് നോക്കിയാൽ, ഡിപ്രീസിയേഷൻസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡിങ് ചാർജസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺവീനിയൻസ്. നമുക്ക് വേണമെങ്കിൽ ഡിപ്രീസിയേഷൻ അതിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് കൂടി എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുന്നത് അഞ്ചാമത്തേത്, എസ്റ്റിമേറ്റ് ദ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഫോർ ദ മെഷീൻ. ഒരു മെഷീനിൻ്റെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർ എ പീരീഡ് ആൻഡ് ഡിവൈഡിങ് ദിസ് ടോട്ടൽ ബൈ ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദി മെഷീൻ. എങ്ങനെയാണ് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഓഫ് ദ മെഷീൻ ഫോർ എ പീരീഡ് എന്ത് ചെയ്യുക, ഡിവൈഡഡ് ദിസ് ടോട്ടൽ ബൈ ദ വർക്കിംഗ് അവേഴ്സ്. ഇതിൻ്റെ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കിംഗ് ഹവേഴ്സ്, മെഷീൻ്റെ വർക്കിംഗ് ഹവേഴ്സുമായിട്ട് വർക്കിംഗ് ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ
കണ്ടുപിടിക്കുന്നത്. അതായത് ദിസ് ഗീവ് ദ സ്റ്റാൻഡിങ് ചാർജസ് പെർ മെഷീൻ ഹവേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡിങ് ചാർജസ് പെർ മെഷീൻ ഹവേഴ്സ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെയാണ് സ്റ്റാൻഡിങ് ചാർജസ് പെർ മെഷീൻ ഹവർ കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് ടോട്ടൽ സ്റ്റാൻഡിങ് ഹവേഴ്സ് പെർ ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദി മെഷീൻ. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സ്റ്റാൻഡിങ്, അതായത് സ്റ്റാൻഡിങ് ചാർജസ് പെർ മെഷീൻ ഹവർ കിട്ടുന്നത്. ഇനി ആറാമത്തെ നോക്കാം. ദ മെഷീൻ എക്സ്പെൻസസ് ആർ ടു ബി എസ്റ്റിമേറ്റഡ് സെപ്പറേറ്റ്ലി. ദീസ് ആർ ഡിവൈഡഡ് ബൈ ദ നോർമൽ വർക്കിംഗ് ഹവേഴ്സ്. ഇറ്റ് ഗീവ് ദി ഹവർലി റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം. ഇനി നമ്മൾ മെഷീൻ എക്സ്പെൻസസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് മെഷീൻ എക്സ്പെൻസസ് സെപ്പറേറ്റ് ചെയ്യാണ്. ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ വർക്കിംഗ് ഹവേഴ്സ് കൊണ്ട് ഓവർ ഹെഡിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീൻ എക്സ്പെൻസസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, the total of standing per hour and machine per hour will be give the MHR. MHR എന്ന് പറയുന്നത് മെഷീൻ ഹവർ റേറ്റ് ആണ്. അപ്പോൾ എന്താണ്? നമ്മളപ്പം ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പെർ ഹവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, മെഷീൻ എക്സ്പെൻസസ് പെർ ഹവറും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെഷീൻ ഹവർ റേറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തത്, ഇഫ് ഓർഡിനറി മെഷീൻ ഹവർ ഈസ് ടു ബി കമ്പ്യൂട്ടഡ്, ഡയറക്റ്റ് വേജസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. ഇപ്പം നമുക്ക് ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് വേജ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റിൽ ഡയറക്റ്റ് വേജ് ഇൻക്ലൂഡഡ് അല്ല എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി ഒമ്പതാമത്തെ നോക്കിയേ. If a comprehensive machine hour is to be ascertained, the direct wages should be included. കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെഷീൻ ഹവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് വേജ് ഷുഡ് ബി ഇൻക്ലൂഡ്. ഡയറക്റ്റ് വേജും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചാണ്. രണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഡയറക്റ്റ് വേജും, അതായത് ഡയറക്റ്റ് വേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻക്ലൂഡ് ചെയ്യും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, 10th, while calculating the normal working hour, ideal time, machine time and setting up time should be deducted. This give the effective working hours. നമുക്ക് ഇഫക്റ്റീവ് വർക്കിംഗ് ഹവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ഐഡിയൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പം മെയിൻ്റനൻസ് ടൈമും പിന്നെന്താണ് ഐഡിയൽ ടൈമും സെറ്റിംഗ് അപ്പ് ടൈമൊക്കെ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. Sometimes working hours may not be given the question. It is be considered for the power cost. നമ്മൾ ചില ടൈമിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്കിംഗ് ഹവേഴ്സ് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അത് എന്തെന്ന് അസർട്ടൈൻ ചെയ്യണം? പവർ കോസ്റ്റ് എന്ന് അസർട്ടൈൻ ചെയ്യണം. ദെൻ 12ാമത്തത്, സ്റ്റാൻഡിങ് ചാർജസ് ആർ യൂഷ്വലി ഗിവൺ ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ദേ ആർ ടു ബി അപ്രോഷൻസ് ടു ദ മെഷീൻ ഓൺ ദി ഇക്വിറ്റബിൾ ബേസിസ്. ചില ടൈമിൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ അപ്രോഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഓൺ ദി ബേസ് ഓഫ് ഇക്വിറ്റബിൾ ബേസിസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് അപ്രോഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനോരോ ബേസ് ഉണ്ടാവും. ഇനി നോക്കാം. ദ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദ MHR, മെഷീൻ ഹവർ റേറ്റ്, ഇസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീൻ പെർ ഹവർ. അതെന്താണ്? ഒരു മെഷീൻ ഒരു മണിക്കൂറിൽ വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റിനെയാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നതെന്ന് എന്ത് ചെയ്യണം? ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വിറ്റബിൾ ബേസിലാണ് അത് എന്ത് ചെയ്യേണ്ടത്? അപ്രോഷൻ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ മെഷീൻ ഹവർ ഹെഡിനെ
സ്റ്റാൻഡിങ് ചാർജസും മെഷീൻ എക്സ്പെൻസസ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഓരോന്നിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നതാണ് റെൻ്റ് ആൻഡ് റേറ്റ്സ്. അത് നമ്മൾ ഏതിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്, ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് മെഷീനാണ്. ദെൻ ലൈറ്റ്സ് ആൻഡ് ഹീറ്റിംഗ് നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ ഓൺ ദ ബേസ് ഓഫ് ഫ്ലോർ ഏരിയ. ദെൻ സൂപ്പർവിഷൻ നോക്കുന്നത് ടൈം ഡിവോട്ടഡ് ബൈ സൂപ്പർവൈസർ ടു ഈച്ച് മെഷീൻ. ഓയിൽ ആൻഡ് വേസ്റ്റ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീൻ. ഇനി മെഷീൻ എക്സ്പെൻസസിൽ വരുന്നതാണ് ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയർ ഒക്കെ. ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഹവേഴ്സ് ആണ്. പവർ ചെയ്യുന്നത് ആക്ച്വൽ കൺസംഷൻ്റെ ബേസിലും റിപ്പയേഴ്സ് ചെയ്യുന്നത് ആക്ച്വൽ മെഷീൻ്റെ ബേസിലുമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മെഷീൻ ഹവർ റേറ്റിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പെർ മെഷീൻ ഹവർ. ഇഫ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് ഗിവൺ, ഡിപ്രീസിയേഷൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ്, കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇയേഴ്സ്. എത്ര വർഷമാണ് അത്. ഇത് നമുക്ക് പെർ ഇയറിലാണ് തരുന്നത്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുക പെർ ഇയറിലാണ്. ഇനി ഹവറിൽ നമുക്കൊരു ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നോക്കുക ഡിപ്രീസിയേഷൻ പെർ അനം ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ് പെർ അനം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹവറിലെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവ്ലി ഡിപ്രീസിയേഷൻ പെർ മെഷീൻ ഹവേഴ്സ് ക്യാൻ ബി ഡയറക്ട്ലി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്, കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ഇൻ ഹവേഴ്സ്. വർക്കിംഗ് ഹവേഴ്സ് എന്ത് ചെയ്യുക, ഹവേഴ്സിൽ എന്ത് ചെയ്യുക, എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷനിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു പ്രോബ്ലം യൂസ് ചെയ്തിട്ടാണ് മനസ്സിലാവുക, ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റെന്നും അതിൻ്റെ ഒരു എക്സാമ്പിളും പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.